ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. സദ്യക്ക് വിളമ്പാൻ പറ്റിയ ഒരു പാവയ്ക്ക തൊടുകറിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. മസാലപ്പൊടികളൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ പാവക്കക്കറി വളരെ രുചികരമാണ്. കുക്കറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ പാവക്കക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. പച്ച നിറത്തിലെ പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. 400 ഗ്രാം തൂക്കത്തിലുള്ളതാണ്. ഈ ഡാർക്ക് പച്ച നിറത്തിലുള്ള പാവയ്ക്കാണ് കൂടുതൽ പോഷക ഗുണങ്ങളുള്ളത്. പാവക്കയുടെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് വാളംപുളിയാണ്, പുളിക്ക് ആവശ്യമുള്ളത്. ഇത് ഞാനൊരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ ഉള്ള വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 മണിക്കൂർ മുമ്പ് ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ്. അപ്പോൾ നല്ല കൊഴുത്ത വാളംപുളി വെള്ളം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി പ്രോസസ്സിലോട്ട് പോകാം. ഇവിടെ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞ 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുത്ത് ചൂടാക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് പൊടിയായി നമ്മൾ അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള എടുത്ത് വെച്ചത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. തീരെ പൊടി പോലെ അരിയേണ്ട, ഇതേപോലെ കുറച്ച് വലുതാക്കി അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിന് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ. മുളക് പൊടിയൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കില്ല. അതുകൊണ്ട് എരിവ് കുറവുള്ള നീളമുള്ള പച്ചമുളക് 4 എണ്ണം ഞാൻ ചെറുതായി കട്ട് ചെയ്താണ് ഇതിലേക്ക് ചേർത്തത്. ഇത് അത്യാവശ്യത്തിന് എരിവ് ഉണ്ടാവും കേട്ടോ, എരിവില്ലാന്ന് വിചാരിക്കണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്തത്. ഇനി സവാളയുടെ നിറമൊക്കെ ഒന്ന് പതിയെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ചെറുതായി നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്താലും നല്ല പ്രത്യേകം ഒരു രുചിയും മണവുമായിരിക്കും. മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മൾ മസാലപ്പൊടിയായിട്ട് ചേർക്കുന്നത്. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ പാവയ്ക്ക തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഈ പാവയ്ക്കൊക്കെ കുറച്ച് കയ്പ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ഡയബറ്റീസുകാർക്കൊക്കെ ഈ പാവയ്ക്ക വളരെ നല്ലതാണ്. പാവയ്ക്ക തന്നെ പല വെറൈറ്റി ഉണ്ട്. വളരെ നീളം കൂടിയ ജാതി പാവയ്ക്കൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാവയ്ക്ക ഉപയോഗിക്കാം കേട്ടോ. ഏത് പാവയ്ക്ക വേണമെങ്കിലും നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി ഈ മസാലയുമായി പാവയ്ക്ക കഷ്ണങ്ങൾ നല്ലതുപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾ പാകത്തിന് ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞെടുത്ത പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പുളിവെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നല്ല കുറുകിയ പുളിവെള്ളമാണ്. അതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറി റെഡിയായി കഴിയുമ്പോൾ ഗ്രേവിയൊക്കെ നല്ല കൊഴുത്ത രൂപത്തിലിരിക്കും. ഇതിലേക്ക് ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മധുരത്തിനുള്ള ശർക്കരയാണ്. ഞാൻ 1.5 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള മധുരത്തിനുള്ള ശർക്കര ചേർക്കണം കേട്ടോ. കയ്പും എരിവും പുളിയൊക്കെ ഉള്ളൊരു കറിയാണിത്. വളരെ ടേസ്റ്റുമാണ്. ഇനി നല്ലതുപോലെ ഇതൊന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം കുക്കർ അടച്ച് മീഡിയം ഹീറ്റിൽ 1 വിസിൽ വന്നു കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം സ്റ്റീമെല്ലാം പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 1 വിസിൽ വന്നതിന് ശേഷം അതിനുള്ളിലെ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. പാവയ്ക്കൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല വെണ്ണ പോലെയാണ് ഇരിക്കുന്നത്. വായിൽ വെച്ച അലിയും അതേപോലെയാണ് ഇരിക്കുന്നത്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ പാവക്കക്കറിക്ക്. എരിവും പുളിയും മധുരവും കയ്പും എല്ലാം കൂടി ചേർന്നൊരു കറിയാണ്. ഒരിക്കലുണ്ടാക്കി ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഈ കറി ഉണ്ടാക്കും.
നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതൊരൊറ്റ കറി മാത്രം മതി. നമുക്ക് വേറൊരു കറിയും വേണ്ട. വയറ് നിറയെ ചോറുണ്ണാം. സദ്യക്ക് ഇലയിൽ വിളമ്പാൻ പറ്റിയ വളരെ നല്ലൊരു തൊടുകറിയും കൂടിയാണ്. മസാലപ്പൊടികളൊന്നുമില്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്